Dear all, derivative of a Laplace transform. ഒരു ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്നാണ് ഇവിടെ. അതായത് ട്രാൻസ്ഫോമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് എഫക്റ്റാണ് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ സെഗ്മെൻറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ സെഗ്മെൻറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണെന്നുള്ളതാണ്. ഇവിടെ ട്രാൻസ്ഫോമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. So look at the problem. Suppose that f is piecewise continuous and is of exponential order as t tends to infinity, and let cap f of s the Laplace transform of f of t equal to integral 0 to infinity e to the power negative st and f of t dt is greater than a. Then by differentiating under integral sign, show that number 1 derivative of cap of f dash is equal to Laplace transform of negative t into f of t, and nth derivative of cap f of s equal to Laplace transform of negative t power n into f of t. അപ്പോൾ എന്താ പറയുന്നത്? എഫ് പീസ് വൈസ് കണ്ടിന്യൂസും എക്സ്പൊണൻഷ്യൽ ഓർഡറും ആണെങ്കിൽ, അഥവാ എഫിന് ലാപ്ലാസ് ട്രാൻസ്ഫോം ഉണ്ട് അല്ലേ, ഈ രണ്ട് കണ്ടീഷൻസ് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ എക്സിസ്റ്റൻസ് എൻഷുർ ചെയ്യുന്ന സഫിഷ്യൻറ്റ് കണ്ടീഷൻസാണ്. ഓക്കെ, അപ്പോൾ ക്യാപ് എഫ് ഓഫ് എസ് ഈക്വൾ ടു എൽ ഓഫ് എഫ് ടി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ രണ്ട് എക്സ്പ്രഷൻസ് ഡിറൈവ് ചെയ്യാനാണ്. എഫിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പ്രിസൈസ്ലി ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് നെഗറ്റീവ് ടി എഫ് ഓഫ് ടി. ഇവിടെ എഫിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ഇൻ്റഗ്രലിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം ആ റിസൾട്ടിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. പക്ഷേ ആ ഡിഫറൻഷിയേഷൻ ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിലേക്ക് കടത്തി ചെയ്യാം. അതാണ് ഇവിടെ പറയുന്നത്. ദെൻ ബൈ ഡിഫറൻഷ്യേറ്റിംഗ് അണ്ടർ ഇൻ്റഗ്രൽ സൈൻ. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ള ഫംഗ്ഷനാണ് എഫ്. ഓക്കെ, ഈ കണ്ടീഷൻസ് ഉള്ളിടത്തോളം കാലം അങ്ങനെ ചെയ്യാൻ പറ്റും. അത് ഹയർ മാത്തമാറ്റിക്സിലെ ഒരു ബിഗ് ഇഷ്യൂ ആണ് കേട്ടോ. അതായത് ഒരു ഇൻ്റഗ്രലിനകത്ത് ഒരു ഇൻ്റഗ്രലിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ വിച്ച് ഈസ് ആൻ ഇൻ്റഗ്രൽ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഇൻ്റഗ്രൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഇൻ്റർചേഞ്ച് ചെയ്യുന്നത് എപ്പോഴാണെന്നുള്ളതൊക്കെ ഒരുപാട് പഠിക്കാനുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ നമുക്കത് അസ്യൂം ചെയ്തുകൊണ്ട് ഈ എക്സ്പ്രഷൻസ് ഡിറൈവ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇതൊരു റിസൾട്ടായിട്ട് നമുക്ക് കാണാം. ഈ റിസൾട്ടിന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ട്രാൻസ്ഫോമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒറിജിനൽ ഫംഗ്ഷനെ നെഗറ്റീവ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന എഫക്റ്റാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി എത്ര തവണയാണോ നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്, ആ നെഗറ്റീവ് ടിയുടെ അത്രയും പവർ കൊണ്ട് ഒറിജിനൽ ഫംഗ്ഷനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന എഫക്റ്റാണ്. അതിന് ട്രാൻസ്ഫോമിനോട് തുല്യമാണ്. ഓക്കെ, നമുക്കത് പ്രൂവ് ചെയ്യാം. So for the proof, we consider f of s. F of s equal to integral 0 to infinity e to the power minus st into f of t dt. ഓക്കെ, രണ്ട് സൈഡ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എസ്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. സോ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എസ്, ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു the parameter s, what we get, left side f dash s equal to d by ds of integral 0 to infinity e to the power minus st into f of t dt. ഇവിടെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഡിഫറൻഷിയേഷൻ ഇൻ്റഗ്രേഷൻ അകത്തേക്ക് കൊണ്ടുപോയി ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. പക്ഷേ ഇൻ്റഗ്രേഷൻ അകത്തേക്ക് പോകുമ്പോൾ ഇവിടെ രണ്ട് വേരിയബിൾ ഉണ്ട്, എസ് ഉണ്ട് ടി ഉണ്ട്. അപ്പോൾ ഡിഫറൻഷിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എസ് ഓഫ് ദി ഇൻ്റഗ്രൻറ്റ് ഇ റൈസ് മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ടി ടി. ഓക്കെ, വാട്ട് ഈസ് ദിസ്? ഇവിടെ ഇ റൈസ് മൈനസ് എസ് ടിയിൽ മാത്രമേ എസ് ഫാക്ടർ ഉള്ളൂ. അതുകൊണ്ട് ഇ റൈസ് മൈനസ് എസ് ടിയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ടി ഇൻറ്റു ഇ റൈസ് മൈനസ് എസ് ടി. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു this will be equal to integral 0 to infinity negative t into e to the power minus st into f of t dt. ഓക്കെ, പക്ഷേ അതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഇൻ്റഗ്രൽ 0 to infinity e to the power minus st into negative t into f of t dt. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് പെയർ ചെയ്ത് ഒരുമിച്ച് എഴുതി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഈ ബ്രാക്കറ്റിലുള്ള ഫംഗ്ഷനെ ഇ റൈസ് മൈനസ് എസ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് പ്രിസൈസ്ലി ലാപ്ലാസ് ട്രാൻസ്ഫോം, റൈറ്റ്? സോ ദിസ് ഇസ് പ്രിസൈസ്ലി ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് നെഗറ്റീവ് ടി ഇൻറ്റു എഫ് ഓഫ് ടി. അത് തന്നെയല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് ഡെറിവേറ്റീവ് ഓഫ് ദി ട്രാൻസ്ഫോം ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് നെഗറ്റീവ് ടി ഇൻറ്റു എഫ് ഓഫ് ടി. ഇവിടെ നമുക്ക് ഈ നെഗറ്റീവ് പുറത്തിടാം, കാരണം ലാപ്ലാസ് ട്രാൻസ്ഫോം ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണല്ലോ. അപ്പോൾ -1 നമുക്ക് പുറത്തെഴുതാം. അപ്പോൾ വേണമെങ്കിൽ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് ഇങ്ങനെയും വായിക്കാം, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി. എഫിനെ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്
It is negative 1 times d by ds of Laplace transform of f of t, right? Or that is negative 1 times f dash s. Okay. ഇനി ഇൻവേഴ്സ് ട്രാൻസ്ഫോമിൻ്റെ ടേമിൽ പറയുകയാണെങ്കിലോ, ഓൾസോ ഇൻവേഴ്സ് ട്രാൻസ്ഫോമിൻ്റെ ടേമിൽ പറയുകയാണെങ്കിൽ ഓൾസോ L inverse of derivative of the transform will be equal to negative t times f of t. ഇങ്ങനെയും പറയാം. ഓക്കെ. ഇനി വാട്ട് അബൌട്ട് ഹയർ ഡെറിവേറ്റീവ്? സോ എഫ് ഡാഷിൻ്റെ നമുക്ക് കിട്ടിയല്ലോ. നൗ ലുക്ക് അറ്റ് എഫ് ഡബിൾ ഡാഷ്. സോ വി ഹാവ് എഫ് ഡാഷ് എസിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയത് ഇൻ്റഗ്രൽ 0 to infinity e to the power minus st into minus t into f of t dt. അതായത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് നെഗറ്റീവ് t into f of t. Okay. Once again differentiating with respect to s gives left side will be f double dash s, right side will be integral 0 to infinity e raised to minus st. നോക്കൂ, ഇതിൽ മാത്രമേ എസ് ഉള്ളൂ. ഓക്കെ. സോ ഡി ബൈ ഡി എസ് എടുക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഒബ്സർവ് ചെയ്താണല്ലോ, അപ്പോൾ നേരിട്ട് ചെയ്താൽ മതി. സോ വാട്ട് വിൽ ബി ദിസ് വൺ? ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to infinity. നോക്കൂ, ഇ റേസ് ടു മൈനസ് എസ് ടിയുടെ ഡെറിവേറ്റീവ് മാത്രം എടുത്താൽ മതിയാകും. സോ നെഗറ്റീവ് ടി ടൈംസ് ദിസ് വൺ. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു നെഗറ്റീവ് ടി ഉണ്ട്. സോ നെഗറ്റീവ് ടി ഇൻറ്റു നെഗറ്റീവ് ടി. സോ ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു നെഗറ്റീവ് ടി സ്ക്വയർ എഫ് ഓഫ് ടി ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താണ്? ദിസ് ഇസ് നത്തിങ് ബട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് നെഗറ്റീവ് ടി സ്ക്വയർ എഫ് ഓഫ് ടി. ഓക്കെ. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ ട്രാൻസ്ഫോമിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എഫ് ഓഫ് ടിയെ നെഗറ്റീവ് ടി സ്ക്വയർ ഉണ്ട് അഥവാ ടി സ്ക്വയർ ഉണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുന്നതിന് തുല്യമാണ്. ഓക്കെ. ഇനി ഇതുപോലെ തേർഡ് ഡെറിവേറ്റീവ് നമുക്കെന്ത് കാണിക്കാൻ പറ്റും? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് നെഗറ്റീവ് ടി ക്യൂബിൻ്റെ എഫ് ഓഫ് ടി. സോ കണ്ടിന്യൂയിങ് ലൈക്ക് ദിസ് വി ഗെറ്റ് എന്ത് കിട്ടും നമുക്ക്? വി ഗെറ്റ് nth derivative of the transform will be equal to Laplace transform of negative t power n into f of t. ഓക്കെ. കാരണം എന്താ? ഓരോ തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴും ആ ഇൻ്റഗ്രൻറ്റിൽ എന്ത് മാറ്റാൻ സംഭവിക്കുന്നത്? നോക്കൂ, ഓരോ തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴും സംഭവിക്കുന്നത് ഇ റേസ് മൈനസ് എസ് ടിയിലാണല്ലോ വിത്ത് റെസ്പെക്ട് എസിലുള്ള ഡിഫറൻഷ്യേഷൻ ബാധിക്കുക. അപ്പോൾ അവിടെ ഓരോ തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴും നെഗറ്റീവ് ടി ഓരോ തവണയും കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടും അല്ലേ? ആദ്യത്തെ ഡിഫറൻഷ്യേഷനിൽ നെഗറ്റീവ് ടി കൊണ്ട് എഫ് ഓഫ് ടിയെ മൾട്ടിപ്ലൈ ചെയ്തു. രണ്ടാമത്തെ ഡിഫറൻഷ്യേഷനിൽ നെഗറ്റീവ് ടീൻ്റെ എഫ് ഓഫ് ടിയെ വീണ്ടും നെഗറ്റീവ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നെഗറ്റീവ് ടി സ്ക്വയറായി. ഇനി അടുത്ത ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിലോ വീണ്ടും ഒരു നെഗറ്റീവ് ടിയും കൂടെ ആ പ്രോഡക്റ്റിലേക്ക് ചേരും. അപ്പോൾ നെഗറ്റീവ് ടി ക്യൂബ്. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ എൻ ടൈംസ് ആകുമ്പോൾ എഫ് ഓഫ് ടിയുടെ കൂടെ എത്ര നെഗറ്റീവ് ടി മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവും? നെഗറ്റീവ് ടി പവർ എൻ എന്ന് പറയുന്ന ഫാക്ടർ മൾട്ടിപ്ലിക്കേഷനിൽ വരും. സോ differentiation of the transform brings the change that the original function gets multiplied by negative t, appropriate power of negative t power n times ആണെങ്കിൽ negative t power n. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു റിസൾട്ടായിട്ട് തന്നെ നമുക്ക് കീപ്പ് ചെയ്യാം. nth ഡെറിവേറ്റീവ് ട്രാൻസ്ഫോമിൻ്റെ nth ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഒറിജിനൽ ഫംഗ്ഷനെ നെഗറ്റീവ് ടി പവർ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുന്നതിന് തുല്യമാണ്. ഇതിനെ മറ്റു രീതിയിൽ നമുക്ക് കാണാം. ട്രാൻസ്ഫോം ടി റൈസ് ടു എൻ ഇൻറ്റു എഫ് ഓഫ് ടിയുടെ ട്രാൻസ്ഫോം, ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ടി അതിൻ്റെ ട്രാൻസ്ഫോം നമുക്കറിയാം, അത് ക്യാപ് എഫ് ഓഫ് ആണ്. എങ്കിൽ ആ ഫംഗ്ഷനെ ടി പവർ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു നെഗറ്റീവ് 1 ടു ദ പവർ n nth ഡെറിവേറ്റീവ്. Okay, nth derivative of f of s. Okay, where what is cap f? Cap f is the Laplace transform of, where cap f of s equal to Laplace transform of f of t. ഓക്കെ. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. ഈ റിസൾട്ടിനെ വേണമെങ്കിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടി മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ബൈ എ പോസിറ്റീവ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ടി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഫംഗ്ഷനെ ഒരു പോസിറ്റീവ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ടി കൊണ്ട് പോസിറ്റീവ് ഇൻ്റഗ്രൽ പവർ ഓഫ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്
ഒറിജിനൽ ട്രാൻസ്ഫോമിൻ്റെ nth ഡെറിവേറ്റീവ് എടുത്ത് പ്രോപ്പർ സൈൻ കൊടുത്താൽ മതി. ബൈ പ്രോപ്പർ സൈൻ വി മീൻ -1 power n. Okay, let's do some problems. So find the Laplace transform of the following functions. Number 1, t into e raised to at യുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം. ഇത് നമുക്ക് ഇ റേസ് ടു എ ടി കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് കണ്ട് ഇ റേസ് ടു എ ടിയുടെ ആ ഷിഫ്റ്റിംഗ് തിയറം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് ഇ റേസ് ടു എ ടിയെ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിട്ട് കാണാം. എന്നിട്ട് അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കാണാം. സോ വി വാണ്ട് ടു ഡിറ്റർമിൻ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു എ ടി. ഇതിൽ ഇ റേസ് ടു എ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്കറിയാം, ടിയുടെ നമുക്കറിയാം. ഓക്കെ, ഞാനിവിടെ ഈ പ്രോപ്പർട്ടി പറയുന്നത് ടിയുടെ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ള പ്രോപ്പർട്ടിയാണ് ഇവിടെ ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇ റേസ് ടു എ ടിയെ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിട്ട് ഇതിനെ കാണുന്നു. ഇതിനെങ്ങനെയും കാണാം, ടിയെ ഇ റേസ് ടു എ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിട്ടും കാണാം. അപ്പോൾ ഒരു എക്സ്പൊണൻഷ്യൽ സ്കെയിലിംഗ് ആയിട്ട് കണ്ടാൽ നമുക്ക് ഷിഫ്റ്റിംഗ് തിയറം ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ ഷിഫ്റ്റിംഗ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനായിട്ട് നമ്മൾ ഈ പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ, നമുക്കിവിടെ ഇ റേസ് ടു എ ടിയെ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിട്ട് ഇതിനെ കണ്ടാൽ ഇതിൻ്റെ പ്രോപ്പർട്ടി പ്രകാരം ഇതെന്തായിരിക്കും? ദിസ് വിൽ ബി ഈക്വൽ ടു -1 ടൈംസ് ഡെറിവേറ്റീവ് ഓഫ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു എ ടി. ഓക്കെ, റൈറ്റ്. So that is equal to -1 times derivative of d by ds of Laplace transform of e raised to a t എന്താണ്? 1 by s minus a. അപ്പോൾ 1 by s minus a ഡെറിവേറ്റീവിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് -1 ടൈംസ് ഡെറിവേറ്റീവ് ഓഫ് 1 by s minus a with respect to s is -1 by s minus a square. ഓക്കെ, സോ ദാറ്റ് ഈസ് 1 by s minus a square. ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഇത് തന്നെയല്ലേ കിട്ടുക. ഷിഫ്റ്റിംഗ് തിയറം പറയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ട് അതിലെ എസിനെ എസ് മൈനസ് എ ആക്കിയിട്ട് മാറ്റുക. ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം 1 by s square ആണ്. 1 by s squareൽ എസിനെ എസ് മൈനസ് എ ആയിട്ട് ഷിഫ്റ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ സെയിം ട്രാൻസ്ഫോം. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. അടുത്തത് ടി സ്ക്വയർ ഇൻറ്റു സൈൻ ബി ടിയുടെ ട്രാൻസ്ഫോം ചോദിച്ചിരിക്കുന്നു. ഇവിടെ നമുക്ക് സൈൻ ബി ടിയെ ടി സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതായിട്ട് കാണാം. സോ മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി സ്ക്വയർ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി സ്ക്വയർ എന്ത് ചേഞ്ചാണ് വരുത്തുക? ട്രാൻസ്ഫോം, ഇതിൻ്റെ ട്രാൻസ്ഫോം എന്താ സംഭവിക്കുക? സൈൻ ബി ടിയുടെ ട്രാൻസ്ഫോമിനെ twice differentiation നടത്തും അല്ലേ? സോ വി ഹാവ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ ഇൻറ്റു സൈൻ ബി ടി by using the formula, by using the property Laplace transform of t power n into f of t equal to -1 to the power n. Okay, nth derivative of f of s. ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോർമുല. ഓക്കെ, ഇവിടെ ടി സ്ക്വയർ ഉണ്ടാണ്, അപ്പോൾ n ഈക്വൽ ടു 2 ആണ്. സോ -1 സ്ക്വയർ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ബി ടി, റൈറ്റ്, ബൈ ദിസ് പ്രോപ്പർട്ടി. ദാറ്റ് ഈസ് -1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 വരും. സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ബി ടിയുടെ ട്രാൻസ്ഫോം എന്താണ്? ബി ബൈ എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 2 തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓക്കെ, സോ ഓൺ സിംപ്ലിഫിക്കേഷൻ വിൽ ഗെറ്റ് ദിസ് വൺ. ഓക്കെ, സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ബി ബൈ എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കണ്ടുപിടിക്കുക. ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ എക്സ്പ്രഷൻ കിട്ടും. വീണ്ടും ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു കോഷ്യൻ ടൂൾ വെച്ചുകൊണ്ട്. സോ ഫൈനലി വിൽ ഗെറ്റ് ദിസ് എക്സ്പ്രഷൻ 6b s square minus 2b cube by s square plus b square whole cube. Okay, next problem. So next problem, t into e raised to a t into cos b t. ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെങ്ങനെ കാണാം? e raised to a t into cos b t യെ t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ വി ഹാവ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് t e raised to a t into cos b t. ഇതിനെ മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി ആയിട്ട് കാണുമ്പോൾ ഇ റേസ് ടു എ ടി ഇൻറ്റു കോസ് ബി ടിയുടെ ട്രാൻസ്ഫോമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി അല്ലേ? ഇറ്റ് ഈസ് -1 ടൈംസ് ഡെറിവേറ്റീവ് ഓഫ് ദ ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു എ ടി ഇൻറ്റു കോസ് ബി ടി. ഓക്കെ, ദിസ് ഇസ് by using the formula Laplace transform of TFT equal to -1 t power n -1 power n into d by ds of nth derivative of f of s. ഓക്കെ, ഇത് അപ്ലൈ ചെയ്യുന്നു. n ഈക്വൽ ടു 1 ഇവിടെ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്കിത് കിട്ടും. പക്ഷേ ഇതിൽ എന്താണ് ഇ റേസ് ടു എ ടി ഇൻറ്റു കോസ് ബി ടിയുടെ ട്രാൻസ്ഫോം എന്താണ്? ഇതിന് ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്താൽ മതി. കോസ് ബി ടിയുടെ ട്രാൻസ്ഫോമിൽ എസിനെ എസ് മൈനസ് എ ആക്കിയിട്ട് മാറ്റിയാൽ മതി അല്ലേ? സോ ഇറ്റ് ഈസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോസ് ബി ടി കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൽ എന്ത് ചെയ്യുന്നു?
പാരാമീറ്ററിനെ ഷിഫ്റ്റ് ചെയ്താൽ മതി. എസ് ഈസ് ഷിഫ്റ്റഡ് ടു എസ് മൈനസ് എ ബൈ യൂസിങ് ഷിഫ്റ്റിംഗ് തിയറം, by using first shifting theorem. Okay, right. Now what is this? Cos b theta transform എന്താണ്? So that is negative d by ds of cos b theta transform s by s square plus b square, where s has to be shifted to s minus a. That is negative of the derivative of s by s square plus b square s minus a ആക്കി റീപ്ലേസ് ചെയ്ത് എഴുതണം. s minus a square plus b square. ഇനി ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നെഗറ്റീവ് സൈൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ആൻസർ ആയി. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. അത് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക, അത് ആൻസർ കറക്റ്റ് അല്ലേ എന്ന്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. ഈ 3 പ്രോബ്ലം നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ടി ഇ റേസ് ടു എ ടി സൈൻ ബി ടി. നേരത്തെ ടി ഇ റേസ് ടു എ ടി കോസ് ബി ടിയുടെ നമ്മൾ ചെയ്തു. ഇവിടെ ടി ഇ റേസ് ടു എ ടി സൈൻ ബി ടി. ഓക്കെ, അത് ചെയ്ത് നോക്കുക. ടി റേസ് ടു എൻ, ടി റേസ് ടു എന്നിൻ്റെ ട്രാൻസ്ഫോം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണല്ലേ. ടി റേസ് ടു എന്നിൻ്റെ ട്രാൻസ്ഫോം എന്താണ്? എൻ ഫാക്ടോറിയൽ ബൈ എസ് പവർ എൻ പ്ലസ് 1 അല്ലേ. അപ്പോൾ ഇവിടെ ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടി റേസ് ടു എന്നിനെ എങ്ങനെ കണ്ടാൽ മതി? ടി റേസ് ടു എൻ ഈക്വൽ ടു ടി റേസ് ടു എൻ ഇൻറ്റു 1 ആയിട്ട് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ 1 എന്ന് പറയുന്ന ഫംഗ്ഷനെ ടി റേസ് ടു എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിട്ട് കണ്ടാൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എൻ ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ദിസ് 1. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി പ്രകാരം ദാറ്റ് വിൽ ബി നെഗറ്റീവ് 1 ടു ദ പവർ എൻ nth ഡെറിവേറ്റീവ് ഓഫ് അല്ലേ, nth ഡെറിവേറ്റീവ് ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1. 1ൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമിനെ n ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നെഗറ്റീവ് 1 പവർ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആൻസറായി. 1ൻ്റെ ട്രാൻസ്ഫോം എന്താ? 1/s ആണ്. അപ്പോൾ 1/sൻ്റെ nth ഡെറിവേറ്റീവ് അത് നെഗറ്റീവ് 1 പവർ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അത് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള ആൻസർ അഥവാ n ഫാക്ടോറിയൽ ബൈ എസ് പവർ n പ്ലസ് 1 തന്നെ അല്ലേ എന്നൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ടി റേസ് ടു എൻ ഇൻറ്റു ഇ റേസ് ടു എ ടി. ടി റേസ് ടു എൻ ഇൻറ്റു ഇ റേസ് ടു എ ടിയെ നമുക്ക് എങ്ങനെ കാണാം? എന്താണ് ഇതിൻ്റെ ട്രാൻസ്ഫോം വരിക? പ്രോപ്പർട്ടി അനുസരിച്ച് ഇ റേസ് ടു എ ടിയുടെ ട്രാൻസ്ഫോമിനെ n ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നെഗറ്റീവ് 1 പവർ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതേ കാര്യം തന്നെ നമുക്ക് എങ്ങനെയും കാണാം, ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം ഉപയോഗിച്ചുകൊണ്ടും കാണാം. ടി റേസ് ടു എന്നിന് ഇ റേസ് ടു എ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിട്ട്. പക്ഷേ ഇവിടെ നമ്മൾ ലേറ്റസ്റ്റ് പഠിച്ച റിസൾട്ടാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.